നാരിയത്ത് സ്വലാത്ത് ചൊല്ലുമ്പോ ഓരോരുത്തർക്ക് ഓരോരോ മുറാദുകൾ ഉണ്ടാകും മനസ്സിലെ. നിങ്ങളെ മനസ്സിലുള്ള ഖൈറായ നിയ്യത്ത് നിങ്ങൾ കരുതണം. ഇൻഷാ അല്ലാഹ് നാരിയത്ത് സ്വലാത്ത് കൊണ്ട് അല്ലാഹു നമുക്കത് സാധിപ്പിച്ചു തരണം. നാരിയത്ത് സ്വലാത്ത് ചൊല്ലുമ്പോ അതിലെ ഓരോ വരികളും അതാണ് പറയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതൻഫരിജു ബിഹിൽ ഖുറബ വതുഖലാ ബിഹിൽ ഹവായിജ് റബ്ബേ. ഞങ്ങൾക്ക് വന്ന തട്ടുമുട്ടുകളുണ്ടെങ്കിൽ, ഇനി വരാനുള്ള തട്ടുമുട്ടലുണ്ടെങ്കിൽ എല്ലാ കെട്ടുകൊടുക്കുകളും അഴിച്ചു മാറ്റണേ അല്ലാഹ്. ഈ മനസ്സിന്റെ അകത്ത് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഈ മനസ്സിന്റെ അകത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഈ ഉമ്മമാരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഈ ബാപ്പമാരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഈ സഹോദര സഹോദരിമാരുടെ ഹൃദയാദരത്തിന്റെ അകത്ത്, ഈ യുവാക്കളുടെ യുവതികളുടെ വിദ്യാർത്ഥിനികളുടെ പൂമ്പാറ്റ കുഞ്ഞു മക്കളുടെ പ്രവാസ ലോകത്തിൽ നിന്ന് ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നവരെ, ലൈവായി ഞങ്ങളെ മജ്‌ലിസ് വീക്ഷിക്കുന്നവരെ, ലൈവ് സമയത്ത് കേൾക്കാൻ കഴിയൂല്ലെങ്കിൽ ലൈവ് കഴിഞ്ഞാൽ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്ന സഹോദരങ്ങളെ, അവരുടെയൊക്കെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് റബ്ബേ. ഞങ്ങളോട് ദുആരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട്. കാണുമ്പോഴെല്ലാം ദുആ ചെയ്യണേ എന്ന് ഞങ്ങളോട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. ആരെയും ഞങ്ങളെ മറക്കുന്നില്ല, ആരെയും ഞങ്ങളെ മറക്കുന്നില്ല. എല്ലാവരെയും നാരിയത്ത് സ്വലാത്ത് ചൊല്ലുമ്പോ ഞങ്ങൾ ഓർത്തെടുക്കുകയാണ്. മുഅ്മിനീങ്ങളെ ചൊല്ലണം കേട്ടോ. നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ആരംഭിക്കുകയാണ്. എല്ലാവരും ചൊല്ലിക്കോളൂ. മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം കരുതിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതൻഫരിജു ബിഹിൽ ഖുറബ വതുഖലാ ബിഹിൽ ഹവായിജ് വതനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الله റബ്ബേ നാരിയത്ത് സ്വലാത്ത് സ്വീകരിച്ചിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്.
എല്ലാം തിരുഹദറത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ആ പവിത്രമായ മണ്ണിൽ എത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. റബ്ബേ ഞങ്ങളെ മനസ്സിലെ മുറാദ് സ്വലാത്ത് ഒന്ന് ഹസനാക്ക് അല്ലാഹ്. ഈ ഉമ്മമാരുടെ മനസ്സിനെ കാണണേ റഹ്മാനേ. ഈ ഉപ്പമാരുടെ മനസ്സിനെ കാണണേ റഹ്മാനേ. അല്ലാഹുവേ ഈ സഹോദര സഹോദരിമാരെ അവരുടെ മനസ്സിലുള്ള മുറാദിനെ ഹസുലാക്ക് റബ്ബേ. ഒരു 7 സ്വലാത്ത് കൂടി അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലി സലാമൻ താമ അലാ സയ്യിദനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖളാ ബിഹിൽ ഹവായിജ് വതനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. എല്ലാ മുഅ്മിനീങ്ങളെ രണ്ട് കയ്യിലൂന്നിയിട്ട് മുഖമെല്ലാം തടവുക. സുഖമില്ലാത്ത ഉമ്മമാരും ഉപ്പമാരും അല്ലാഹുവേ മുഅ്മിനീങ്ങളെ നിങ്ങൾ ശരീരം മുഴുവനും തടവിക്കൊടുക്കുക. സുഖമില്ലാത്ത മക്കളുണ്ടെങ്കിൽ ആ മക്കളെ നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കുക. സുഖമില്ലാതെ കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക. റബ്ബേ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കുക, സ്വീകരിക്കണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആയാണ്. എല്ലാവരും ആമീൻ പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅ്ബഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. ربي قرآن صلاة നാരിയത്ത് സ്വലാത്ത് ലക്ഷക്കണക്കിന്
ആയിരക്കണക്കിന് ആളുകൾ നിന്നിലേക്ക് ഉയർത്തുന്ന ഈ കൈകളെ കബൂലാക്ക് റബ്ബേ. പ്രായമുള്ള ഉമ്മമാരെ നീ കണ്ടില്ല അല്ലാ, പ്രായമുള്ള ബാപ്പമാരെ നീ കണ്ടില്ല റബ്ബേ. സുഖമില്ലാതെ ബെഡിൽ കിടന്നുകൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നുണ്ട് അല്ലാ. ടിവിയിലൂടെ, ലാപ്ടോപ്പിലൂടെ, മൊബൈലിലൂടെ, ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ കുടുംബസമേതം ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നവരുണ്ട് റഹ്മാനേ. പരിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അവര് ഞങ്ങളെ മജ്‌ലിസിലിരിക്കും. തസ്ബീഹ്മാന കയ്യിലെടുത്തിട്ട് അവരെ സ്വലാത്ത് ചൊല്ലാൻ ഈ മജ്‌ലിസ് കഴിയുന്നതുവരെ ഈ മുഅ്മിനീങ്ങള് അടുക്കള ജോലി തിരക്കിനിടയിലും മറ്റു ജോലി തിരക്കിനിടയിലും അവരെ മജ്‌ലിസ് കേൾക്കുകയാ. ഓഫീസുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ഇരുന്ന് കേൾക്കുകയാണ്. അല്ലാഹ് നീ കബൂലാക്ക് റബ്ബേ. ഞങ്ങൾക്ക് ആഫിയത്തോടെ ദീർഘായുസ്സ് നൽക റബ്ബേ. ഞങ്ങൾക്കൊരു മരണമുണ്ട്, നന്നാക്കണേ റഹ്മാനേ. ആഖിബത്ത് നന്നാക്കണേ, ഈമാൻ നൽകണേ, തഖ്വ നൽകണേ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഈ മനസ്സിലാരോടും ദേഷ്യം തരല്ലേ, ഈ മനസ്സിലാരോടും പകതരല്ലേ, ഈ മനസ്സിൽ ഒരാളോടും പിണക്കം തരല്ലേ. ഞങ്ങളെ മനസ്സ് നന്നാക്കണേ, ഞങ്ങളെ ഖൽബ് നന്നാക്കണേ, ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ, ഞങ്ങളെ ചിന്തകൾ നന്നാക്കണേ, ഞങ്ങളെ പ്രവർത്തികൾ നന്നാക്കണേ അല്ലാഹ്. ഒരാളെ ചീത്ത പറയുന്ന നാവ് മരണം വരെ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കണം അല്ലാഹ്. ഖൽബിന്റെ രോഗങ്ങൾ ശിഫയാക്കണം അല്ലാഹ്. ശരീരത്തിന്റെ രോഗങ്ങൾ ശിഫയാക്ക് റബ്ബേ. ക്യാൻസർ ബാധിച്ചവരുണ്ട്, വേദന താങ്ങാൻ കഴിയുന്നില്ല അവർക്ക്. അല്ലാഹ് നീ അവർക്ക് ശിഫ നൽകണം അല്ലാഹ്. വേദന മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ട്യൂമർ ബാധിച്ചവരുണ്ട്, ശിഫ നൽക റബ്ബേ. കിഡ്നി തകരാറിലായവരുണ്ട്, ശിഫ നൽക റബ്ബേ. മാറ്റിവച്ചവരെ മാറ്റിവെക്കാൻ പറഞ്ഞവരെ, ക്രിയേറ്റിൻ നോർമലാവാതെ വിഷമിക്കുന്നവരെ റഹ്മാനേ ശിഫ നൽകണേ റഹ്മാനേ. ലിവറിന്റെ പ്രോബ്ലം മാറ്റണം അല്ലാഹ്. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ട്യൂബിറ്റ് കിടക്കുന്നവരെ, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ ബാഗ് വെച്ചവരെ, സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഊരയുടെ ഭാഗത്ത് ബാഗ് ഫിറ്റ് ചെയ്തിട്ടവരെ നടക്കുകയാണ് റഹ്മാനെ. മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നവരുണ്ട്. അല്ലാഹ് ശിഫ നൽകിയിട്ട് ആ ട്യൂബെല്ലാം മാറ്റിയിട്ട് യഥാർത്ഥ ആരോഗ്യത്തിലേക്ക്, ആഫിയത്തിലേക്ക് അവരെ മടക്കണേ അല്ലാഹ്. വീൽചെയറിൽ സഞ്ചരിക്കുന്നവർ എത്രയാണ്, അപകടം പറ്റി കൈകാലുകൾക്ക് കമ്പിയിട്ട് കിടക്കുന്നവരെത്രയാണ്, ആക്സിഡന്റ് സംഭവിച്ച് ശരീരം തളർന്നു പോയവരെത്രയാണ്, സ്ട്രോക്ക് കയറി ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയവരെത്രയാ. കൊറോണ വന്ന അന്ന് തളർന്നതാണ്, പിന്നെ എഴുന്നേറ്റിട്ടില്ല. എത്ര സഹോദര സഹോദരിമാരാണ്. അല്ലാഹ് നീ ശിഫ നൽകണേ റഹ്മാനേ. ചലനമില്ലാത്ത ഭാഗങ്ങളിൽ ചലനം കൊടുക്കണം അല്ലാഹ്. തളർന്നു പോയവരെ എഴുന്നേൽപ്പിക്ക റബ്ബേ, തളർന്നു പോയവരെ എഴുന്നേൽപ്പിക്ക റബ്ബേ. അല്ലാഹ് ഞങ്ങളെ കൊണ്ട് കുടുംബത്തിന് ഉപകാരമുള്ള കാലത്തോളം, ഞങ്ങളെ കൊണ്ട് ദീനിന് ഉപകാരമുള്ള കാലത്തോളം, ഞങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിന് ഉപകാരമുള്ള കാലത്തോളം ഞങ്ങളെ ഒരു മൂലയിൽ നീ കടത്തല്ലേ റഹ്മാനേ. ആരോഗ്യം നിലനിർത്തണേ, ആഫിയത്ത് നൽകണേ, ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ. ശരീരത്തിലുള്ള വേദനകൾ നീ മാറ്റുക അല്ലാഹ്. തലവേദനയാണ് മാറാത്ത തലവേദന, മൈഗ്രീന്റെ വേദന, തലകറക്കമാണ്, പെട്ടെന്ന് നടന്നു പോകുമ്പോ തലയടിച്ച് തലമിന്ന് വീണു പോവുകയാണ്. ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട്, ഉസ്താദേ എനിക്കൊരു രോഗമുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് ആ രോഗം നിർബന്ധമായും വരും. എന്താണ് ആ രോഗം? ഉറക്കത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ പിടഞ്ഞ് നിൽക്കുകയാണ്. എന്റെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ എന്നെ നനഞ്ഞ മുണ്ടുകൊണ്ട് വരിഞ്ഞു മുറുക്കി കട്ടിലിൽ കെട്ടിയിടാറുണ്ട്. പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ എന്റെ ശരീരം ഒന്ന് പെട്ടെന്ന് പിടഞ്ഞ് റബ്ബേ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എത്ര
തമ്മിൽ ശരീരം കെട്ടിയിട്ടാലും അതെല്ലാം മറുത്തു മാറ്റിയിട്ടെങ്കിലും ഞാൻ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് റൂമിലുള്ള 2-3 കൂട്ടുകാരുമായിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇവിടെ വന്നിരുന്നു. അല്ലാഹുവേ, ആദ്യമായിട്ട് കേൾക്കുകയാണ് അത്തരത്തിലുള്ള ഒരു രോഗം. യാ ഷാഫി യാ അല്ലാഹ്, നീ ആ കൂട്ടുകാരന് ശിഫ നൽകണേ റഹ്മാനേ. ഉസ്താദ് ഇവിടെ ഷാർജയിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോ ഞങ്ങളെ കാണാവുന്നതാണ്. ഞങ്ങൾക്ക് ദ്വാരിക്കണേ. എനിക്ക് ദ്വാരിക്കാൻ എന്റെ ഉമ്മയില്ല, എനിക്ക് ദ്വാരിക്കാൻ എന്റെ ബാപ്പയില്ല. ഞാൻ ചോദിച്ചു, ഉമ്മയോട് നീ വല്ല കുരുത്തക്കേടും കാണിച്ചിരുന്നോ? ഇല്ല ഉസ്താദേ, എന്റെ ഓർമ്മയിലില്ല. പിന്നെ എങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ ആ രോഗം വന്നത്? അല്ലാഹുവേ, അറിയില്ല റബ്ബേ, അറിയില്ല റബ്ബേ. ഞങ്ങളാ പൊന്നുമോൻ ഇന്നലെ വന്നത് വലിയ പ്രതീക്ഷയിലാണ്. നീ കൈവടിയല്ലേ അല്ലാഹ്. ആഴ്ചയിൽ ഒരിക്കൽ ഉണ്ടാകുന്ന ആ രോഗം അവന്റെ ലൈഫിൽ നിന്ന് തന്നെ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. അതെല്ലാം അറിഞ്ഞിട്ട് നീലമോനെ കൂടെ നിന്ന് ആ കൂട്ടുകാർക്ക് നീ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അങ്ങനെ എത്ര രോഗങ്ങളാണ്. അപസ്മാരം മാറ്റണേ റബ്ബേ, അലർജി മാറ്റണേ റബ്ബേ, മാറാത്ത പനിയും ജലദോഷം കഫക്കെട്ടും തുമ്മലും സുഖപ്പെടുത്തണേ റഹ്മാൻ. കണ്ണിന് കാഴ്ച തരണേ, കാതിന് കേൾവി ശക്തി തരണേ, പല്ലുവേദന മാറ്റിത്തരണേ, വായിലെ വയറ്റിലെ പുണ്ണ് സുഖപ്പെടുത്തുകയല്ല, അൾസർ സുഖപ്പെടുത്തുകയല്ല റഹ്മാനെ. ബ്ലഡ് വരികയാണ് ശരീരത്തിൽ നിന്ന്, മൂക്കിലൂടെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്, സുഖപ്പെടുത്തണേ അല്ലാ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രിയപ്പെട്ട മാഷ് വന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞ്, സഖാഫി വലിയ വിഷമത്തിലാണ്, മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയാണ്, റബ്ബേ നീ ശിഫ നൽകണം അല്ലാ. നെഞ്ചുവേദന, വയറുവേദന, പുറം വേദന, ഷോൾഡർ വേദന, കൈമുട്ട് വേദന, കൈയിന്റെ ഭാഗങ്ങൾ തരിപ്പ് വരൽ, അല്ലാഹുവേ, വയറുവേദന, ഹൂരവേദന, തുടവേദന, കാൽമുട്ട് വേദന. എത്ര ഉമ്മമാരാണ്, എത്ര ബാപ്പമാരാണ് കാൽമുട്ട് വേദന വന്ന് ചിരട്ട മാറ്റി വെക്കാൻ പറഞ്ഞവരുണ്ട്. അപ്പേ, കാലിലേക്ക് മസിൽ കയറുന്ന വേദന, കൈകാല് വിള്ളിച്ച് കിടക്കും. ഈ ശരീരത്തിൽ എവിടെയെല്ലാം വേദനയുണ്ടോ, എവിടെയെല്ലാം കടച്ചിലുണ്ടോ, എവിടെയെല്ലാം തരിപ്പുണ്ടോ, ശിഫ നൽകുക അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിന്റെ അല്ലാഹുവേ, ശരീരത്തിൽ വന്ന വെള്ളപ്പാടടക്കോ, കുരുകളടക്കം, മുഖക്കുരു അടക്കോ, എല്ലാ പാടുകളും നീ സുഖമാക്കണേ റഹ്മാനേ. തലയിലും ശരീരത്തിന്റെ ഉള്ളിലും വയറ്റിലും ഗർഭാശയത്തിലും മണ്ഡാശയത്തിലും വന്ന കുമിളകൾ, മുഴകൾ എല്ലാം നീ സുഖമാക്കണേ റഹ്മാനെ. പ്രായമായിട്ട് മനസ്സിലാവാത്തവരുണ്ട്, നീ കറക്റ്റ് ആക്കണേ അല്ലാ. ബ്ലീഡിങ് നോർമലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എത്രയോ പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അവർക്കെല്ലാം നീ ശിഫ നൽകണം അല്ലാ. മൂത്രക്കടച്ചില് മാറ്റിത്തരണം അല്ലാ. മൂത്രത്തിലെ കല്ല് സുഖപ്പെടുത്തണേ റഹ്മാൻ, മഞ്ഞപ്പിത്തം സുഖപ്പെടുത്തണേ റഹ്മാൻ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം അല്ലാ. പ്രായമേറി പ്രായാധിക്യം കൊണ്ട് അല്ലാ ശരീരം തളർന്നു പോയവരുണ്ട്, ക്ഷീണമെല്ലാം മാറ്റണേ റഹ്മാൻ. ഞങ്ങളെ കടങ്ങളെ വീട്ടിറപ്പേ, വീട്ടാനുള്ള വഴികളെ തുറന്നു തരണേ അല്ലാ. റാഹത്തുള്ളൊരു വീട് നൽകുക അല്ലാ. വീട് പണി പൂർത്തിയാക്കുക അല്ലാ. സ്ഥലം നൽകണം അല്ലാ. റോഡ് നൽകണം അല്ലാ. കിണറ്റിലും കുയൽ കിണറിലും മുറവയുള്ള ബറക്കത്തുള്ള നിലക്കാത്ത വെള്ളം നൽകണം അല്ലാ. ബിസിനസ്സുകൾ ബറക്കത്തിലാക്കണേ, കച്ചവടങ്ങൾ ബറക്കത്തിലാക്കണേ, കൃഷികൾ ബറക്കത്തിലാക്കണേ. ഹോട്ടലിലും റെസ്റ്റോറന്റിലും ഷോപ്പുകളിലും സ്ഥാപനങ്ങളിലും തോട്ടങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ബിൽഡിങ്ങുകളിൽ നീ ബറക്കത്ത് നൽകണേ. കച്ചവടത്തിന് പോവാത്തത്, കച്ചവടത്തിന് വെച്ചത് വിറ്റ് പോവാത്തത് വിറ്റ് പോവാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. കൊടുത്ത കാശ് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നു, തിരിച്ചെത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എത്രയോ പ്രിയപ്പെട്ട പ്രവാസികൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന നാരിയത്ത് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ജോലി നൽകുക അല്ലാ.
നാരിയത്തുസ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ജോലി നൽകുക അല്ലാഹ്, ജോലി നൽകുക അല്ലാഹ്, നീ ജോലി നൽകണേ അല്ലാഹ്, ഉള്ള ജോലിയിൽ ഖൈറ് നൽക റബ്ബേ, ബറക്കത്ത് നൽകണേ റബ്ബേ, നഷ്ടങ്ങളെ നികത്തണേ റഹ്മാനേ, മുതലാളിമാർക്കും തൊഴിലാളികൾക്കും ബറക്കത്ത് നൽകണേ, കൂലിപ്പണിക്കാർക്കും തെരുവോര കച്ചവടക്കാർക്കും ഡ്രൈവർമാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാ ഏർപ്പാടിലും എല്ലാ ജോലിയിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. ഞങ്ങൾ അറിവിന്നിലാവെ കേൾക്കുന്ന വീട് നിന്റെ റഹ്മത്തുള്ള വീടാക്കുക അല്ലാഹ്. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ബറക്കത്ത് കൊടുക്കണേ. ആ വീട്ടുകാർ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, സഞ്ചരിക്കുന്ന വാഹനം, അവര് വളർത്തുന്ന റഹ്മാനെ കോഴികൾ, ആടുകൾ, പശുക്കൾ, വളർത്തു മൃഗങ്ങൾ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. കമന്റിലൂടെ ദ്വാരക്കാൻ ഏൽപ്പിച്ചതെല്ലാം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുള്ള സഖാഫി റഹ്മാനെ, പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ പ്രിയപ്പെട്ട ഉപ്പ ഖബറിലാണ്, സ്വർഗ്ഗം കൊടുക്കണേ റഹ്മാനെ, ഖബർ വിശാലമാക്കണേ റഹ്മാനെ, ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ. അവരുടെ ഭാര്യാമക്കൾ, അവരുടെ സഹോദര സഹോദരിമാര്, അവരുടെ കുടുംബങ്ങള് റബ്ബേ എല്ലാം നീ ഖൈറിലാക്കണേ റഹ്മാനെ. ഖൈറിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ സലാമത്തിന്റെ വഴി എന്റെ കൂട്ടുകാരനും ഞങ്ങൾക്കും നീ തുറന്നു തരണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അലിബായി അടക്കം റബ്ബേ ഞങ്ങളെ പ്രിയപ്പെട്ട സർവ്വ കൂട്ടുകാർക്കും നീ ഖൈറ് കൊടുക്കുക അല്ലാഹ്, ബറക്കത്ത് നൽകുക അല്ലാഹ്, റാഹത്ത് നൽകുക അല്ലാഹ്, സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പാവപ്പെട്ട ഉമ്മ ഖബറിലാണ്, ഉമ്മാക്ക് സ്വർഗ്ഗം നൽക റബ്ബേ. ഉമ്മ കിടക്കുന്ന പള്ളിപ്പറമ്പിലെ ഖബറാളികൾക്ക് സ്വർഗ്ഗം കൊടുക്ക റബ്ബേ. അല്ലാഹുങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറിനെ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്, ഞങ്ങളെ പ്രിയപ്പെട്ട പിഞ്ചോമന മക്കൾ SSLC നല്ല മാർക്ക് വാങ്ങി, അൽഹംദുലില്ലാഹ്. ഞങ്ങളെ മക്കളെ നല്ല റാഹത്തിലാക്കണേ റബ്ബേ. ഇനിയും അവർക്ക് ഒരുപാട് വിജയത്തിന്റെ കവാടങ്ങളെ തുറന്നു കൊടുക്കണേ അല്ലാഹ്, തുറന്നു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ അറിവിന്നിലാവിന്റെ എഡിറ്റർമാർക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അറിവിന്നിലാവ് മീഡിയയിൽ പ്രവർത്തിക്കുന്ന കൂട്ടുകാർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. അഡ്മിന്മാർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ടവരെ അവരെ ഖിദ്മത്തെല്ലാം നീ കബൂലാക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ മക്കളെ നീ നല്ല പരീക്ഷയിൽ നല്ല വിജയം നൽകണേ അല്ലാഹ്, നല്ല വിജയം നൽകണേ അല്ലാഹ്, നല്ല വിജയം നൽകണേ അല്ലാഹ്. ഉന്നതമായ പദവിയിൽ അവരെ നീ എത്തിക്കണേ റഹ്മാനെ, ഉന്നതമായ പദവിയിൽ നീ എത്തിക്കണേ റഹ്മാനെ. പരീക്ഷ എഴുതുന്ന മക്കൾക്കെല്ലാം വിജയം നൽകുക അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.